ഹലോ എവരിവൺ, ഞാൻ ഇന്ന് ഞങ്ങളുടെ ഹൈദരാബാദിലുള്ള ഫിഷ് മാർക്കറ്റ് വന്നേക്കാണ്. വലിയ ഫിഷ് മാർക്കറ്റാണ്, പക്ഷേ പകുതി മാത്രമേ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ ഞാൻ ഫിഷ് മാർക്കറ്റ് മൊത്തം, ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഭയങ്കര തിരക്കാണ്, അതാണ് പറ്റാഞ്ഞത്. ഒരു ഇടദിവസം നിന്നിട്ട് മാർക്കറ്റ് മൊത്തം ഷൂട്ട് ചെയ്യാമേ. ഇപ്പോൾ ഇതിൽ എല്ലാത്തരം മീനുകളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ കടൽ മീനുകൾ മാത്രമുള്ള ഏരിയയാണ്. ഇനി വളർത്തു മീനുകൾ വയ്ക്കുന്നത് വേറെ സ്ഥലമുണ്ട്, അവിടെ തന്നെ കുറച്ചപ്പുറത്തായിട്ട്. ഇപ്പം ഞാൻ ഈ മീനും അതുപോലെ ഫിഷ് കണ്ടിക്കുന്നിടത്ത് കുറച്ചിടം മാത്രം, ഞങ്ങൾ എവിടെയാണോ ഫിഷ് കട്ടിങ് ചെയ്തത് അവിടെ മാത്രമാണ് കാണിക്കുന്നത്. ഇന്ന് മീനുകളെല്ലാം ഒന്നും ഫ്രഷ് അല്ല, അത് കാരണം വളർത്തു മീനാണ് മേടിച്ചത്. കടൽ മീനൊന്നും അത്ര കൊള്ളത്തില്ല, മഴയൊക്കെ ആയിട്ടായിരിക്കും വേണേ അവർക്ക് പോകാൻ പറഞ്ഞ് പഴയ മീനായിരിക്കും, അതാണ് എല്ലാം ഫ്രഷായിട്ട് തോന്നിയില്ല, അതുകൊണ്ടൊന്നും മേടിച്ചിട്ടില്ല. വളർത്തുമീൻ മേടിച്ചു. ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും മേടിക്കുന്ന വളർത്തുമീനുകളാണ്. പിന്നെ ഈ ഞണ്ടൊക്കെ കണ്ടില്ലേ, ഞണ്ട് എല്ലാ തരം മീനുകളും കിട്ടും നമുക്കിവിടെ. ഞണ്ടാണെങ്കിലും പിന്നെ വേറെ കുറേ ഏതാണ്ടെല്ലാം ഉണ്ട്. ഈ മത്തി കെട്ടില്ല, മൊത്തം പഴുത്തതാണ്. പിന്നെ കണ്ട് എല്ലാ മീനുകളും ഉണ്ട്. ഇതിൻ്റെയൊന്നും പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ഞണ്ടാണ്, അതറിയാം. പിന്നെ എല്ലാ മീനിൻ്റെയും പേരറിയില്ല, മീനൊന്നും കണ്ടാലറിയത്തില്ല. എനിക്കറിയാവുന്നതെല്ലാം ചൂര, മത്തി, അയല, കിളിമീൻ, ചെമ്പല്ലി, ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾസ് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ നെയ്മീനൊക്കെ കിട്ടും. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ വീഡിയോ. എല്ലാം ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും പകുതിയോളം ഷൂട്ട് ചെയ്തു. ആ പകുതി വീഡിയോ ആണ് ഇത്രയും വലിയ വീഡിയോ വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാമായിട്ട് ഇത് ഹൈദരാബാദിൽ തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണേ. എല്ലാവരും റീറ്റെയിൽ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടുന്ന് തന്നെയാണ് മേടിച്ചിട്ട് പോകുന്നത്. മറ്റുള്ള മാർക്കറ്റുകളിലാണെങ്കിലും കൊണ്ട് നടന്ന് വിൽക്കുന്നവരാണെങ്കിലും എല്ലാവരും വലിയ വലിയ മീനുകളൊക്കെയാണ് ഏറെ ഉള്ളത്. ഈ കടൽ മീനുകളുള്ളൂ ചെറുതൊക്കെ. വളർത്തു മീനുകളൊക്കെ 3 കിലോ 5 കിലോ അങ്ങനെയാണ്. ഞാനിപ്പോൾ മേടിച്ച മീൻ തന്നെ 3.5 കിലോ ഉണ്ട്. 3 കിലോ 800 ഗ്രാമുണ്ട്, കാണിക്കാം കേട്ടോ. ഇതാണ്ട് ഇതെല്ലാം കടൽ മീനാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ടുള്ളതൊക്കെ വളർത്തു മീനും. ഇതും കടൽ മീനാണ്. കണ്ടില്ലേ കൊഞ്ചിന് ഇന്ന് വില തീരെ കുറവാണ്, 150 രൂപയുള്ളൂ കിലോ. വലുതാണെങ്കിൽ പിന്നെ 200-250 എന്തോ പറഞ്ഞു. എല്ലാത്തിനും വില ചോദിച്ചു. നമ്മുടെ ആവോലി, വെളുത്ത ആവോലി ഉണ്ട്, ആവോലി 1300 രൂപ പറഞ്ഞു, മേടിച്ചില്ല. അത് നമ്മുടെ ചെമ്പല്ലിയും കിളിമീനും അതും ഇതുമൊക്കെ കിടക്കുന്നു. പിന്നെ ഇതും കൂടി പോകാൻ സ്ഥലമില്ല കേട്ടോ, അതാണ് ഇത്ര നേരം നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് അതിൻ്റെ വില ചോദിച്ചു. ഒരു 600 രൂപ എന്ന് പറഞ്ഞു ചെമ്പല്ലി, അതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ അത് എന്തോ മീനാണ്, എനിക്ക് കാവലി അതൊന്ന് കറുത്തത്. അതാണ്ടിത് 1300 രൂപ പറഞ്ഞു വില. ഇത് അവലിയല്ലേ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കും അറിയത്തില്ല. ചില ബ്ലേഡ് എന്ന് പറയും, അവലി എന്ന് പറയാം. അത് 250 രൂപ ഈ കൊഞ്ച്, കിലോ 280 ആണെന്ന് പറഞ്ഞു. അതെന്തോ മീനാണെന്ന് അറിയില്ല കേട്ടോ. അത് കണ്ടില്ലേ, മത്തി പഴുത്തതാ, കൊള്ളൂല. ഇതെന്തുവാണെന്ന് എനിക്കറിയില്ല. ഇത് അവലിയാണോ? അതാണ് 650 രൂപയോ എന്തോ പറഞ്ഞു. അതും കിളിമീന, ഫ്രഷല്ല, അതുകൊണ്ട് ഒന്നും മേടിച്ചില്ല. അതാണ് അവിടെ കണ്ടില്ലേ നമ്മുടെ നെത്തോലി ഉണ്ട്. നെത്തോലി ചോദിച്ചപ്പം 150 രൂപ കിലോ എന്ന് പറഞ്ഞു. കുറച്ചേ ഉള്ളൂ കാണും, പിന്നെ കൊള്ളാമെന്നറിയില്ല. ബ്ലൂ കളർ ബക്കറ്റിനകത്തിരിക്കുന്നത്, അതുകൊണ്ട് മേടിച്ചില്ല. ഇവിടെ ആവോലിക്ക് അതേ വില. കണ്ട കൊഞ്ച്, ഇന്ന് ഏറെ കൊഞ്ചുണ്ട്, മീനുകൾക്കാണ് കുറവ്. ഞായറാഴ്ചയല്ലേ, നടക്കാൻ ഇടയില്ലാത്ത പോലെ ആൾക്കാരാണ്. ഇട ദിവസങ്ങളാണെങ്കിൽ ഇത്രയും ആളൊന്നും കാണില്ല. ഇതെല്ലാം മീൻ വെള്ളമാണ്, അളിഞ്ഞ് കിടക്കുക. ഇത് ഐസൊക്കെ കണ്ടിച്ച് വെക്കുന്നത്.
അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്തോ മീനാന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, കൊഞ്ച് ഞല്ല ഞണ്ട്. ഇതാ ഇവിടുന്നാണ് ഞാൻ മേടിച്ചത്. ഇതേതാണ്ട് മീൻ വളർത്തുമീനാണ് കേട്ടോ. ഞാൻ മേടിച്ച മീൻ 3 കിലോയെ മേലുണ്ട്. ഇപ്പം നോക്കിയിട്ട് ഞാൻ പോവാണേ. വേറെ എവിടെയും നോക്കിയിട്ട് നല്ല വേറെ മീനുണ്ടെങ്കിൽ മേടിക്കാൻ അങ്ങോട്ട് പോകുന്നു. പക്ഷേങ്കിൽ മറ്റുള്ളവരുടെ ഇത് ഫ്രഷായിട്ട് തോന്നുന്നുകൊണ്ട് ഇതാണ് മേടിച്ചത്. വേറെ ഇവിടെ വിളിട്ട് പോകുന്നത് വളർത്തുമീനുകളാണ്. നമ്മളെപ്പോലെ നാട്ടിൽ നിന്നുള്ളവരോ തമിഴ്നാട്ടിൽ നിന്നുള്ളവരോ എല്ലാവരാണെങ്കിൽ ഈ കടൽ മീനിൻ്റെ അടുക്കിലൊക്കെ അധികം പോവുള്ളൂ. ബാക്കി എല്ലാവരും വളർത്തുമീനെ മേടിക്കുന്നത്. ഇത് തിലോപ്പി. അതെ, നമ്മുടെ തിലോപ്പി എന്നല്ലേ പറയുന്നത്, ജിലേബി ഫിഷ്, തിലോപ്പി ഇങ്ങനെ പറയുന്ന മീനുകൾ. തിലോപ്പി ആണെങ്കിൽ കിലോ 30 രൂപ 20 രൂപ. അത് അതിൻ്റെ സൈസിൻ്റെ അനുസരിച്ചാണുള്ളത്. ചില സമയത്ത് 10 രൂപയ്ക്കും കിട്ടും. അതായത് ഒത്തിരി മീൻ ഒത്തിരി ഇറങ്ങിയ സമയത്താണെങ്കിൽ തിലോപ്പി വരുമ്പം 10 രൂപയെ കാണുള്ളൂ. ഹോൾസെയിൽ അല്ലേ. അത് പുറത്ത് വന്നു കഴിയുമ്പം അതിൻ്റെ വില 50 രൂപയും 100 രൂപയും 150 രൂപയും ഒക്കെ ആകും. പിന്നെ അല്ലെങ്കിൽ വല്ല ഷോപ്പിംഗ് മാർക്കറ്റിലും ചെന്ന് കഴിയുമ്പോൾ, അതായത് സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് കഴിയുമ്പം ഈ മീനും കിലോ 100 രൂപ. സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അതിൻ്റെ വില തിലോപ്പിൻ്റെ 2 തരം ഉണ്ട്. കറുത്തതുകൊണ്ട് ഒരുതരം ചുമപ്പും വെള്ളയും കളർ ചേർന്നതുകൊണ്ട് അത്രയും കറുപ്പില്ലാതെ ഉണ്ട്. അത് തിലോപ്പി 25 രൂപയാണെന്ന് പറഞ്ഞ കിലോ. വറക്കാൻ മാത്രമേ മേടിക്കുകയുള്ളൂ. തിലോപ്പി വറക്കാനേ കൊള്ളുകയുള്ളൂ. അപ്പോഴേ അതിൻ്റെ രുചി കിട്ടുകയുള്ളൂ. ഇന്ന് പിന്നെ വറക്കാനായിട്ട് ഞാൻ വേറെ മീൻ മേടിച്ച് ഞാൻ കാണിക്കാമേ. അത് കാരണം ഈ തിലോപ്പി മേടിച്ചില്ല. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം വരുമ്പം തിലോപ്പിയ മേടിക്കുക. കാരണം മക്കൾക്ക് അതാണ് ഇഷ്ടം. തിലോപ്പി മേടിച്ച് വറുത്ത് കഴിഞ്ഞാൽ അവർ ഇതാ ഈ മീനാണ് ഞാൻ മേടിച്ചത്. ഇപ്പോൾ കണ്ടോ, ആ പയ്യൻ വന്നിട്ട് എടുത്ത് കാണിക്കുക ആ മീൻ. അത് ഞാൻ ആദ്യം കാണിച്ചു കൊടുത്ത വലിയ മീനാണെങ്കിൽ കൊള്ളൂല എന്ന് പറഞ്ഞു. പഴകിയതാന്ന് പറഞ്ഞിട്ട് വേറെ ഇതെടുത്ത് തന്നു. നമ്മൾ വേണേൽ തിരക്കി നമുക്ക് വേണ്ടുന്നത് തിരക്കി എടുക്കാം. പക്ഷേ ഞാൻ പിന്നെ കൈ അതിനകത്തിരുന്നല്ലോ എന്ന് ഓർത്തിട്ട് ആ പയ്യനെ കൊണ്ട് എടുത്ത് തരാൻ പറഞ്ഞപ്പം എടുത്ത് തന്നു. പുറത്ത് കണ്ടില്ല വേറെ മീനുകളുണ്ട്. അതെന്തുവാണെന്നറിയില്ല. എല്ലാം വളർത്തു മീനാണ്. ഈ ചുമന്ന ഇത് നല്ല രുചി കേട്ടോ ഈ മീൻ വറുത്താൽ. അതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ മീൻകറി വെച്ചുകൊണ്ടിരിക്കുകയാണേ. അതാ ഈ തട്ടുമുട്ടും കേൾക്കുന്നത്. അതെ, ഇപ്പോൾ കണ്ടോണം അവൻ എനിക്ക് എടുത്ത് തരും. ചെറിയ 2 മീനായിട്ട് ഞാൻ വലിയ എടുക്കാൻ പറഞ്ഞപ്പോൾ അത് കണ്ണു അളിയാൻ തുടങ്ങിയതാ എന്ന് പറഞ്ഞിട്ട് ഇതാ അതെ വേറെ ഇത് കട്ടിങ്ങിന് വന്നാണ് കേട്ടോ. എന്താ ചേച്ചി കട്ട് ചെയ്യുന്നുണ്ടല്ലേ. ആ മീൻ ഞാൻ മേടിച്ചത് ഇതല്ല കേട്ടോ. ഇത് വേറെ തിലോപ്പി വേറെ ഒരാൾ മേടിച്ചതാണ്. കട്ട് ചെയ്യാൻ വെച്ചേക്കുന്നത് വേറെ ആൾക്കാരുടെ മീനാണ്. ഇതാണ് എൻ്റെ മീൻ. ഞാൻ ഇത് കറി വെക്കാൻ മേടിച്ച മീൻ. പനിഞ്ഞിലുണ്ട് ഇതിനകത്തിൽ. ഒരു 6 കിലോ മേലുണ്ട് പനിഞ്ഞിൽ. പിന്നെ അത് കറി വെക്കാനും പിന്നെ വേറെ ഞാൻ മുമ്പ് കാണിച്ചില്ലേ മീൻ, അതാണെങ്കിൽ വറക്കാനും മേടിച്ചു. ഇത് 3 കിലോ 800 ഗ്രാമുണ്ട്. നല്ല മുഴുത്ത മീൻ. ഫ്രഷാണ് കേട്ടോ മീൻ. വളർത്തുമീനാണേലുമേ നല്ല ഫ്രഷ് തന്നെ. വളർത്തുമീൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ചേറ് ചുവ കാണും. പിന്നെ പറയാറില്ലേ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കഴുകുകയാണെങ്കിൽ അതിൻ്റെ ആ ചേറുമണം പോകുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്ത് നോക്കണം എങ്ങനെയാണ്. ഇവിടെ ഈ വളർത്തുമീനാണ് എല്ലാവരും കഴിക്കുക. അല്ലാതെ വേറെ മീൻ കൊണ്ടുവരുമ്പോൾ ഇതാ ഞാൻ വറക്കാൻ മേടിച്ചത് കേട്ടോ ഈ മീൻ. അത്